ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇഡി അന്വേഷണത്തെ എതിർത്ത് സംസ്ഥാന സർക്കാർ. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡിയുടെ ഹർജിയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ സർക്കാർ എതിർപ്പ് അറിയിച്ചത്. ഹർജി ഈ മാസം 10-ന് വീണ്ടും പരിഗണിക്കും. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, നേരത്തെ ഇഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിയിരുന്നു. ആ സാഹചര്യത്തിലാണ് സർക്കാരിന്റെയും നീക്കം. കോടതി എപ്പോഴാണ് പരിഗണിക്കുക? മുഖാന്തരം ഇഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. അതായത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് ശക്തമായി തന്നെ സംസ്ഥാന സർക്കാർ എതിർത്തിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡിയുടെ അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ഇഡി ഹർജി, അതായത് അത് പരിഗണിക്കവെയായിരുന്നു ഇക്കാര്യങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എതിർപ്പ്, അതായത് സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പ് രേഖാമൂലം 10-ാം തീയതി തന്നെ അറിയിക്കുകയും ചെയ്യും. ഇഡി ഇതിനായി മറുത്ത് ഉയർത്തിയ ഒരു വാദം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വാദമാണ് ഇഡി ഉയർത്തിയിരിക്കുന്നത്. കൃത്യമായ കുറ്റകൃത്യമാണ് ശബരിമല കേസിൽ നടന്നിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ മറ്റുദ്യോഗസ്ഥരാണ് കൊള്ള നടത്തിയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇഡി ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കോടതി ഇടപെട്ടുകൊണ്ട് എഫ്ഐആർ അടക്കമുള്ള രേഖകൾ കൈമാറിക്കഴിഞ്ഞാൽ എല്ലാ രേഖകളും ഇഡി രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പും കോടതിക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും 10-ാം തീയതി ഇനി വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഈ രേഖകളും മറ്റുമൊക്കെ ഇഡിക്ക് കൈമാറണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി അവസാന തീരുമാനമെടുക്കുക. ശരി ലിജോ.